ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ കുടുംബാംഗങ്ങൾക്കും കുഞ്ഞുങ്ങളുടെ സ്പെഷ്യൽ കുടുംബത്തിനും പരിശുദ്ധ കന്യകാമരത്തിന്റെ സന്ദർശന തിരുനാളിന്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും കേട്ടോ. നിങ്ങൾ എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ സന്ദർശിക്കുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് എലിശാമ്മയ്ക്ക് ഉണ്ടായവരുടെ അനുഭവം ഉണ്ടാകട്ടെ കേട്ടോ. ഹല്ലേലൂയ. പിന്നെ അതേപോലെ തന്നെ വടക്കമാസം അല്ലെ, അതിന്റെ സമാപന ദിവസം പ്രതിഷ്ഠയൊക്കെ നടത്തി ഒരു പായസമൊക്കെ അതിപ്പോ വീഡിയോ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും സാരമില്ല, അത്രയും ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. സുഖമായിരിക്കുന്നു കേട്ടോ. ഒരു തെളിവൊക്കെ ഉണ്ട് എന്തായാലും അന്തരീക്ഷത്തില്. ഇത്രയുള്ള സഹോദരങ്ങളെ, ഞാൻ അടുത്ത ആഴ്ച ഒരു ചെറിയ ധ്യാനത്തിന്റെ ശുശ്രൂഷകളിലാണ്. പ്രത്യേകം നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. പിന്നെ ഉള്ളത് നമുക്കിന്നൊരു നന്മറിഞ്ഞവരെയും ചൊല്ലി നാളത്തെ അഭിഷേകാന്തി, പിന്നെ നമ്മുടെ കുഞ്ഞിട്ടോക്ക് രണ്ടിനും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. അമേൻ. നമ്മുടെ സഹോദരങ്ങൾ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് പ്രഭാഷകൻ 32:12 ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 32:12 അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്നത്തെ വചനം. ഇങ്ങനെയാണ്: വീട്ടിലെ സന്തോഷം പാപമാകരുത് എന്നുള്ളതാണ്. അവൾ പറയാണ്, നീ വീട്ടിൽ ചെന്നിട്ട് നിന്റെ ഇഷ്ടം പോലെ സന്തോഷിച്ചു കൊള്ളുക, എന്നാൽ അഹങ്കാരപൂർവ്വം സംസാരിച്ച് പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന് നല്ലൊരു വചനമാണ്. അതിന്റെ മുകളിൽ കിടക്കുന്ന അവിടെ ഇവിടെ തങ്ങിക്കുക, വീട്ടിലെത്തുക എന്നുള്ളതാണ്. അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ വീടാണ്. ശരിയല്ലേ? എന്തൊക്കെ പറഞ്ഞാലും ശരി, എവിടെയൊക്കെ പോയി എന്നാ സംബന്ധിച്ചാൽ നമ്മുടെ വീട്ടിലുള്ള സൗകര്യം കുറച്ച് അവിടെ വന്ന് കിടക്കുമ്പോൾ ഒരു സമാധാനമുണ്ട്. ആ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു സംതൃപ്തിയുണ്ട്. അതൊരു സത്യമാണത്. ഓക്കെ. ഇപ്പൊ വീട്ടിൽ വരുമ്പോഴത്തേക്കും നമുക്ക് എന്താ, അങ്ങനെ കുറച്ച് സമയം കിടന്നുറങ്ങാം, തമാശ പറയാം, കുഞ്ഞുങ്ങളെ ലാലിക്കാം, പല കാര്യങ്ങളുണ്ട്. പിന്നെ ഇച്ചിരി വഴക്ക് കൂടാം, പിന്നെ ഇണങ്ങാം, പിണങ്ങാം. അപ്പൊ വീട്ടിൽ വന്നിട്ട് നീ നന്നായിട്ട് നിങ്ങൾ സന്തോഷിച്ചോ, ഒരു കുഴപ്പമില്ല, ചെയ്തോ. പക്ഷെ എന്തൊരു പറയുന്ന കാര്യം, എന്നാൽ നമ്മൾ പുറത്ത് പോയി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഡയലോഗ് വിടാൻ സാധ്യതയുണ്ട് വീട്ടിൽ വന്നിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ സംഭവങ്ങളുണ്ട്. പക്ഷെ അഹങ്കാരപൂർവ്വം സംസാരിച്ച് നീ പാപം ചെയ്യാൻ ഇടവരരുത്. വാസ്തവത്തിൽ നമ്മൾ ഒന്ന് തുറന്നങ്ങ് സംസാരിക്കുന്ന ഒരു സ്ഥലമാണല്ലോ വീട്. വളരെ സത്യമാണ്. നമ്മൾ തുറന്ന സമയത്ത് ഉദാഹരണം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആശയ പിന്നെ ഇപ്പൊ ഞാൻ സെമിനാരിലല്ലെങ്കിൽ ഒരു മങ്ക് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സന്യാസ സഭയിൽ എന്ന അംഗമായിരിക്കുമ്പോൾ അതാണ് നമ്മുടെ വീട്. അവിടെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സ്വാതന്ത്ര്യം, ഒരു സന്തോഷവും, ബാക്കി നമ്മൾ കുറച്ചുകൂടി വിവേകമൊക്കെ നമ്മൾ ഉപയോഗിക്കുമല്ലോ പുറത്ത് ചെല്ലുമ്പോഴേ. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ നമുക്ക് അഹങ്കാരത്തോടു കൂടെ ചെയ്തതും ചെയ്യാത്തതും ഒക്കെ പറഞ്ഞ് വീട്ടുകാരും വരെ ആളാകാനുള്ള ഒരു ടെൻഡൻസി വരാം. സ്കൂൾ കുട്ടികളൊക്കെ ചിലപ്പോൾ കണ്ടിട്ടില്ല, വീട്ടിൽ വന്നിട്ടോ പറയുമല്ലോ എന്ന് പറയാം. അഹങ്കാരപൂർവ്വം സംസാരിച്ച് നീ പാപം ചെയ്യാൻ ഇടവരരുത്. അതാണ് വീട്ടിലെ ആ സന്തോഷത്തിനിടയിൽ സംസാരം കൊണ്ട് ഇങ്ങനൊരു പാപം വരാൻ ഇടവരരുതെന്നാണ് വചനം. എല്ലാം നല്ല വചനങ്ങളല്ലേ, എല്ലാ കാര്യം ബൈബിൾ പറഞ്ഞു വെച്ചിരിക്കുകയല്ലേ അല്ലേ? എന്തൊരു സംഭവമാണ് അല്ലേ? കർത്താവ് അനുഗ്രഹിക്കട്ടെ. കൂടെയുണ്ട് കേട്ടോ. ധൈര്യമായിരിക്കണം, വിഷമമല്ല, മാഞ്ഞു പോട്ടെ. എന്നാ സ്തുതിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, കർത്താവെ, ഞങ്ങളുടെ വീട് നല്ലൊരു സന്തോഷത്തിന്റെ ഭവനമായി മാറട്ടെ. ഒരു പക്ഷേ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കർത്താവ്, എന്റെ വീട് ഒരു നരകം പോലെയാണല്ലോ കർത്താവേ, അല്പെങ്കിലും സന്തോഷം കിട്ടാൻ വേണ്ടി പുറത്തിറങ്ങിപ്പോവാണല്ലോ പലപ്പോഴും ചെയ്യുന്നത് എന്നൊക്കെയുള്ള വേദനയോടുകൂടി ഇരിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. എന്റെ കർത്താവെ, അതെല്ലാം മാറട്ടെ കർത്താവെ. വിലാപത്തിന്റെ വസ്ത്രം മാറ്റി ആഹ്ലാദത്തിന്റെ അങ്കി അണിയിക്കാമെന്നുള്ള പ്രവാചക വചനങ്ങൾ ഈശോയുടെ നാമത്തിൽ നടക്കട്ടെ കർത്താവെ. എന്റെ ദൈവമേ, വീടൊരു സന്തോഷത്തിന്റെ ഭവനമായി മാറട്ടെ കർത്താവെ. ഓ ദൈവമേ, ആ സംസാരത്തിന്റെ ഇടയിൽ അഹങ്കാരം കയറി വന്ന് പാപം വന്ന് കലഹം വരാതിരിക്കാൻ തക്കവിധം കർത്താവേ, വായിക്ക് പൂട്ടും താക്കോലും അവിടുന്ന് തന്നെ ഇടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞാൻ ഈ വചനത്തിന് വിരുദ്ധമായ പ്രവണതകൾ ഈ ആശീർവാദ സമയത്ത് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പറഞ്ഞു പോകട്ടെ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ആശീർവദിക്കും. കർത്താവിന്റെ കൃപ നിങ്ങളെ താങ്ങട്ടെ. നിങ്ങൾക്ക് കർത്താവ് ഇന്നൊരു അനുഗ്രഹമായി മാറട്ടെ. നിങ്ങളിത് നന്നായി സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ എന്തിനെ പ്രതിയാണ് കർത്താവിനെ സ്തുതിക്കുന്നത്, അത് നിനക്കായി മാറട്ടെ എന്നുള്ള ഫൗസ്ത്യന്റെ വാക്കുകൾ നിറവേറട്ടെ. ദുഷ്ടാരോട് യേശു നാമത്തിൽ ശാസിക്കുന്നു. എന്റെ കർത്താവേ, വെറും കൈയോടെ പറഞ്ഞയക്കരുത്. കൃപ വേണ്ടവർക്ക് കൃപ ഈശോയുടെ നാമത്തിൽ നിറയട്ടെ. സൗഖ്യം വേണ്ടവർക്ക് സൗഖ്യം ഉണ്ടാകട്ടെ. തടസ്സം മാറേണ്ടവർക്ക് തടസ്സങ്ങൾ മാറി വഴികൾ തുറക്കപ്പെടട്ടെ. ഒരു ഡെലിവറൻസ് ആഗ്രഹിക്കുന്നവർക്ക് അത് സംഭവിക്കട്ടെ. ആവശ്യക്കാരന്റെ ആവശ്യത്തിനനുസരിച്ച് രൂപാന്തരപ്പെടുന്ന കർത്താവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കുന്നത് ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.